മലയാള സിനിമയിലെ നന്മമരങ്ങളും വലിയേട്ടന്മാരും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോകൾ കണ്ട് കണ്ണു നിറഞ്ഞവർക്ക് ദാ വരുന്നു അടുത്ത ക്ലൈമാക്സ് ടെസ്റ്റ്. സിനിമയിലെ ഡയലോഗുകളെ വെല്ലുന്ന രീതിയിലാണ് താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ ഇപ്പോൾ തിരക്കഥകൾ അരങ്ങേറുന്നത്. സിനിമയിൽ ജോർജ് കുട്ടിയുടെ മകളായി വന്ന് പ്രേക്ഷകരുടെ കയ്യടി വാങ്ങിയ അൻസിബ ഹസൻ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി പദവിയിൽ നിന്ന് പെട്ടിയും മടക്കി ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവരും കരുതിയത് ജോലി തിരക്ക് കാരണമെന്നാണ്. എന്നാൽ ഇപ്പോഴാണ് തിരക്കിന്റെ യഥാർത്ഥ ക്ലൈമാക്സ് പുറത്തു വരുന്നത്. ഉള്ളിൽ നടന്നത് വെറുമൊരു കസേരകളി മാത്രമല്ല, വമ്പൻ ക്യാരക്ടർ അസാസിനേഷനും തനി നാടൻ പാരവയ്പ്പുകളുമാണത്രേ. സംഘടനയിലെ പ്രധാന കോമഡി താരവും ഭാരവാഹിയുമായ ടിനി ടോം തന്നെ ലക്ഷ്യം വെച്ച് വൻ തോതിലുള്ള പ്രചരണ പരിപാടികൾ നടത്തിയെന്നാണ് അൻസിബയുടെ പ്രധാന ആവലാതി. തന്നെ ജിഹാദി എന്ന് വിളിച്ചെന്നും ഡ്രൈവർമാരെയും പ്രൊഡക്ഷൻ കൺട്രോളറുടെ മക്കളെയും ഒക്കെ മതം മാറ്റാൻ കൊട്ടേഷൻ എടുത്ത് നടക്കുകയാണ് ടിനി ടോം പറഞ്ഞുണ്ടാക്കിയെന്നുമാണ് നടിയുടെ സങ്കടം. സാധാരണ സ്റ്റേജിൽ മിമിക്രി കാണിച്ച് ആളുകളെ ചിരിപ്പിക്കുന്നവർ സ്വന്തം സഹപ്രവർത്തകർക്ക് നേരെ ഇത്തരം ബോംബുകൾ എറിയുമ്പോൾ അത് കേൾക്കുന്ന പ്രേക്ഷകർ ചിരിക്കണോ അതോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ്. ചായക്കടയിലെ രാഷ്ട്രീയ ചർച്ചകളെ പോലും നാണിക്കുന്ന തരത്തിലാണ് സിനിമയിലെ ഉന്നത സമിതികളിൽ ഇപ്പോൾ മതവും വർഗീയതയും ചർച്ചാ വിഷയമാകുന്നതെന്ന് കേൾക്കുമ്പോൾ നാം ശരിക്കും അന്തിച്ചു പോകും. ഇതിനിടയിലാണ് അടുത്ത എപ്പിസോഡ്. തനിക്കെതിരെ സംഘടനയിലെ തന്നെ ഒരു വന്ധ്യ വയോധികയായ അല്ലെങ്കിൽ സഹപ്രവർത്തകയായ മഹിളാമണി വ്യാജ പരാതി നൽകിയെന്ന് തന്നെ 3 മണിക്കൂറോളമാണ് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയതെന്ന് അൻസിബ പറയുന്നു. ജീവിതത്തിൽ ആദ്യമായി പോലീസ് സ്റ്റേഷന്റെ പടികയറിയ നടിക്ക് കിട്ടിയ ആ ട്രോമ ഇനിയും മാറിയിട്ടില്ലത്രേ. സംഘടനയിലെ മുതിർന്ന കാരണവന്മാരോട് ചെന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഇത് സംഘടനയുടെ കാര്യമല്ല, വ്യക്തിപരമായ സ്റ്റുപ്പിഡ് കേസ് എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ നേതാക്കളുടെ മഹത്വം എത്ര മനോഹരം. സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തിന് നേരെ പാരവയ്പ് നടക്കുമ്പോൾ കണ്ണട ചിരിട്ടാക്കുന്ന ഈ തറവാട്ടു മഹിമയെ എത്ര പ്രശംസിച്ചാലാണ് മതിയാവുക. വിവാദങ്ങൾ പുകയുമ്പോൾ പതിവ് പോലെ ടിനി ടോം തന്റെ തനത് ശൈലിയിൽ ന്യായീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ലേ, എല്ലാം കേട്ടുകേൾവി മാത്രമാണ്, എന്റെ കൂട്ടുകാരിൽ അധികവും മുസ്ലിമാണ് എന്ന ആ ക്ലീഷേ ഡയലോഗ് കേൾക്കുമ്പോൾ മലയാളികൾക്ക് പണ്ടത്തെ ചില സിനിമകളിലെ വില്ലന്മാരുടെ മുഖമാണ് ഓർമ്മ വരിക. സ്റ്റേജിൽ മയക്ക് കെട്ടി അനൗൺസ്മെന്റ് നടത്തുന്ന തിരക്കിനിടയിൽ ആരുടെയൊക്കെയോ കയർത്ത് സംസാരിച്ചതിനെ അൻസിബ തെറ്റിദ്ധരിച്ചതാണെന്ന് കക്ഷി പറയുന്നത്. പരസ്പരം പാര വയ്ക്കുവാനും പാര പണിയുവാനും കാണിക്കുന്ന ഈ അത്യുത്സാഹം ഇത്തിരി സിനിമയിൽ കൂടി കാണിച്ചിരുന്നെങ്കിൽ മലയാള സിനിമ എവിടെ എത്തിയേനെ എന്ന് പ്രേക്ഷകർ ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയാനൊക്കില്ല. എന്തായാലും അമ്മ സംഘടന ഇപ്പോൾ സിനിമയേക്കാൾ വലിയൊരു റിയാലിറ്റി ഷോ ആയി മാറിയിരിക്കുകയാണ്. ഉള്ളിലുള്ളവർ പുറത്തുള്ളവരെ പൂട്ടാൻ നോക്കുന്നു, പുറത്തു പോയവർ അകത്തുള്ളവരുടെ തുണി ഉരിഞ്ഞു കാണിക്കുന്നു. ജനാധിപത്യവും മതേതരത്വവും പ്രസംഗിക്കുന്ന വെള്ളിത്തിരയിലെ നായകർ അണിയറയിൽ എത്തുമ്പോൾ തനി സ്വാർത്ഥരും പരദൂഷണപ്രിയരുമായി മാറുന്ന ഈ കാഴ്ച കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അൻസിബയുടെ ഈ തുറന്നു പറച്ചിൽ സംഘടനയുടെ വരും ദിവസങ്ങളിലെ അച്ചടക്ക സമിതി യോഗങ്ങളെ എത്രത്തോളം മനോഹരമാക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. അടുത്ത മെഗാ ഹിറ്റ് സിനിമയ്ക്കുള്ള വക എന്തായാലും സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്.